ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ ഒരിഞ്ച് പോലും വിട്ടുവീഴ്ചയില്ലെന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ ശക്തമായ രാഷ്ട്രീയ ഇച്ഛാശക്തി വിളംബരം ചെയ്തുകൊണ്ട് ഭാരതത്തിന്റെ പ്രതിരോധ ചരിത്രത്തിൽ സുവർണ അധ്യായം കുറിക്കപ്പെടുകയാണ്. ശത്രു രാജ്യങ്ങളുടെ ഏതൊരു നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളെയും അതിർത്തിയിൽ തന്നെ ചാമ്പലാക്കാൻ ശേഷിയുള്ള 5000 കോടി രൂപയുടെ ബൃഹത് ആയുധ ശേഖരണ പദ്ധതിക്കാണ് മോദി സർക്കാർ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. ലോകത്തിന് മുന്നിൽ തലകുനിച്ച് നിന്നിരുന്ന പഴയ കാലത്ത് നിന്നും ആധുനിക ഇറക്കുമതി പൂർണ്ണമായും അവസാനിപ്പിച്ച് ആത്മനിർഭർ ഭാരതം എന്ന സിംഹഗർജനത്തോടെ ആഗോള പ്രതിരോധ നിർമ്മാണ ഹബ്ബായി രാജ്യം മാറുന്ന കാഴ്ചയ്ക്കാണ് ഇന്ന് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ചൈനയുടെയും പാകിസ്ഥാന്റെയും ഉറക്കം കെടുത്തുന്ന ഈ നവഭാരത തന്ത്രം ആധുനിക സൈനിക സാങ്കേതിക വിദ്യയിൽ ഭാരതത്തെ സൂപ്പർ പവറാക്കി മാറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ യോഗത്തിലാണ് ഭാരതത്തിന്റെ സൈനിക വീര്യം വാനോളം ഉയർത്തുന്ന ഈ തന്ത്രപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ, കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി, വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് എന്നിവരടങ്ങുന്ന പുതിയ സൈനിക നേതൃത്വം ഒന്നിച്ചു പങ്കെടുത്ത ആദ്യ യോഗം എന്ന സവിശേഷതയും ഇതിനുണ്ട്. സൈന്യത്തിന്റെ 3 വിഭാഗങ്ങളെയും ഒരുപോലെ ആധുനികവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മെഗാ ഡീൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഗാൽവൺ താഴ്വരയിലെ ചൈനീസ് പ്രകോപനത്തിന് പിന്നാലെ ഭാരതം അടിയന്തരമായി ഫ്രാൻസിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഹാർമർ പ്രിസിഷൻ ബോംബുകൾ ഇനി മേക്ക് ഇന്ത്യ പദ്ധതിയിലൂടെ ഭാരതത്തിന്റെ മണ്ണിൽ തന്നെ നിർമ്മിക്കും എന്നുള്ളതാണ് ഈ കരാറിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഫ്രഞ്ച് കമ്പനിയായ സാഫ്രോണുമായി സഹകരിച്ച് ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡാണ് 2400 കോടിയുടെ ഈ പദ്ധതിയിലൂടെ 600 ഹാർമർ ബോംബുകൾ നിർമ്മിക്കുക. വ്യോമസേനയുടെ അഭിമാനമായ റഫാൽ, തദ്ദേശീയ യുദ്ധവിമാനമായ LCA തേജസ് എന്നിവയിലും നാവികസേനയുടെ റഫാൽ മറൈൻ വിഭാഗങ്ങളിലും ഈ മാരക ബോംബുകൾ ഘടിപ്പിക്കുന്നതോടെ ശത്രുവിന്റെ ബങ്കറുകളും കമാൻഡ് സെന്ററുകളും നിമിഷ നേരം കൊണ്ട് തവിടി പൊടിയാക്കാൻ ഭാരതത്തിന് സാധിക്കും. അന്ധമായി ബോംബുകൾ വർഷിക്കുന്നതിന് പകരം ലക്ഷ്യസ്ഥാനം കൃത്യമായി കണ്ടെത്തി തകർക്കാൻ ശേഷിയുള്ള സ്മാർട്ട് ആയുധങ്ങൾ നിർമ്മിക്കുന്നതിൽ ഭാരതം കൈവരിച്ച മുന്നേറ്റത്തിന്റെ സൂചനയാണ് ഇതെല്ലാം. ഇതിനു പുറമെ ശത്രുവിന്റെ ടാങ്കുകളെ തകർത്ത് തരിപ്പണമാക്കാൻ DRDA പൂർണ്ണമായി തദ്ദേശീയമായി വികസിപ്പിച്ച മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് മിസൈലുകൾ വൻതോതിൽ വാങ്ങാനും യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന ഈ മിസൈൽ പദ്ധതിക്കായി 2600 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ഇതിലൂടെ 100 ലോഞ്ചറുകളും 2300 മിസൈലുകളും 5 സിമുലേറ്റുകളും ഇന്ത്യൻ സൈന്യത്തിന് ലഭിക്കും. സ്വകാര്യ പങ്കാളികളെ കൂടി ഉൾപ്പെടുത്തി ഇതിന്റെ ഉൽപാദനം യുദ്ധകാല അടിസ്ഥാനത്തിൽ വർദ്ധിപ്പിക്കാനാണ് ഭാരതത്തിന്റെ നീക്കം. റഷ്യൻ സാങ്കേതിക വിദ്യയിലുള്ള വെർബ വ്യോമ പ്രതിരോധ മിസൈലുകൾ അദാനി ഡിഫൻസ് വഴി ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള അനുമതിയും ഇതിനോടൊപ്പം കിട്ടിയിട്ടുണ്ട്. ഭാരതത്തിന്റെ അതിർത്തി സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ആയുധ ഇറക്കുമതി പൂർണ്ണമായും അവസാനിപ്പിച്ച് ഭാരതീയരുടെ സ്വന്തം ആയുധങ്ങൾ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുക എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണമാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത്. പ്രതിരോധ ഉൽപാദനം റെക്കോർഡ് വേഗത്തിൽ 1.78 ലക്ഷം കോടി കടന്ന ഈ സാഹചര്യത്തിൽ അയൽ രാജ്യങ്ങളുടെ ഏതൊരു അവിവേകത്തിനും തക്കതായ മറുപടി നൽകാൻ ഭാരതത്തിന്റെ സായുധ സേന പൂർണ്ണമായ സജ്ജമാണെന്ന് ആണ് ഇതിലൂടെ ലോകത്തിന് നൽകുന്ന വ്യക്തമായ സന്ദേശം. ശത്രുക്കളുടെ ഏത് വെല്ലുവിളിയെ നേരിടാൻ ഭാരതാംബയുടെ കാവൽ ഭടന്മാർ ഇനി അത്യാധുനിക ആയുധങ്ങളുമായി അതിർത്തികളിൽ കാവലുണ്ടാകും.